ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ അങ്ങനെ ഇതാ പറഞ്ഞ് അവസാനം നമ്മളെ കല്യാണ ദിവസം വന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ആരതാണ് കല്യാണം എന്ന്. കല്യാണം മിക്കാൻ്റെ ഒരേ ഒരു പെങ്ങളാണ്, കുഞ്ചൂസിൻ്റെ, മെഹർബാൻ നട്ട പേര്, ആൾ ഡോക്ടറാണ്. അപ്പോൾ ആളുടെ കല്യാണമാണ് എന്ന് കേട്ടോ. നമ്മുടെ പ്രീ വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹൽദി, മെഹന്തിയൊക്കെ, അതുപോലെ സംഗീത് നൈറ്റൊക്കെ. അതെല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണ ദിവസമാണ് കേട്ടോ. സെപ്റ്റംബർ 13 സാറ്റർഡേ ആണ് വെഡിങ്. ഇപ്പോൾ സമയം ഏകദേശം 7 o'clock ആവാറായി കേട്ടോ. കുഞ്ചൂസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മോർണിംഗ് ഒരു 5 o'clock തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഭയങ്കര ഉറക്കത്തിലായിരുന്നു, കുറേ ദിവസമായിട്ട് ഉറക്കം ഒഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റിയില്ല. എന്തായാലും ഇക്ക അവളെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്, അവളെ സെറ്റാക്കുന്നുണ്ട്. ഇവിടെ വീട്ടിൽ ബാക്കി ഇന്ന് എല്ലാവർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. മിനിക്കും നിതക്കും നിഷക്കും എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ എനിക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്കങ്ങനെ മേക്കപ്പ് വേറൊരാൾ ചെയ്യുന്നതൊന്നും തീരെ അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഞാൻ കുഞ്ചൂസിൻ്റെ മെഹന്തിയുടെ മേക്കപ്പ് കണ്ടപ്പോഴേ എനിക്ക് അവരെ കൊണ്ട് ചെയ്യിക്കണം തോന്നി. അങ്ങനെ ഞാൻ അവരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരിതാ ഓൺ ദ വേ ആണ്, ഇപ്പോൾ എത്തും. ലേഡീസ് മാത്രമല്ല കേട്ടോ, ഇപ്രാവശ്യം ജെൻസിനും ഉണ്ട് മേക്ക് ഓവറൊക്കെ. അപ്പോൾ അവരെല്ലാവരും കൂടി മഞ്ചേരിയുള്ളൊരു ഏജ്ലെസ് അങ്ങനെ തോന്നുന്നു അവിടെ പോയിരിക്കുകയാണ്. എല്ലാവരും ഹെയറും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുക്കത്തിൻ്റെ ഒരു ടൈമാണ്. ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മളിവിടെ മങ്കടയുള്ള ഖയാൽ പാലസിലാണ് ഇന്ന് വെഡിങ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴത്തേനും എല്ലാവരും അവിടെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നാൽ മതി. അതിന് മുന്നേ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, കുറച്ച് ദിവസമായിട്ടുള്ള ഫുള്ള് യാത്ര ആലോചിച്ചില്ല, ഈ പൊല്യൂഷനും ഉറക്കമില്ലായ്മയും ഒക്കെ കാരണം എന്നും മേക്കപ്പ് ഒക്കെ ഇടല്ലേ, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെഡിങ്ങിൻ്റെ അന്ന് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്ലെൻസറും മോയ്സ്ചറൈസറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. കാരണം ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഞാൻ സ്കിന്നിൻ്റെ കാര്യത്തിലാണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ന്യൂട്രിഡെർമിൻ്റെ ഈ ഒരു പുതിയ റേഞ്ച് ലോഞ്ച് ചെയ്തത് കണ്ടത് കേട്ടോ. ഇതിൽ ക്ലെൻസർ ആൻഡ് മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പം തന്നെ ഓർഡർ ചെയ്ത് വെച്ചു വെഡിങ് ഡേൻ്റെ അന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ന്യൂട്രിഡെർം റേഞ്ചിൽ വരുന്ന 2 പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ന്യൂട്രിഡെർമിൻ്റെ ഡിറ്റോക്സ് ക്ലെൻസറും അതുപോലെ ന്യൂട്രിഡെർം മോയ്സ്ചറൈസിങ് ലോഷനും. ഇതാണ് ന്യൂട്രിഡെർം ഡിറ്റോക്സ് ക്ലെൻസർ. ഇത് ഡെയിലി നമ്മളെ സ്കിന്നിനൊന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ക്ലെൻസർ ആണ് കേട്ടോ. ഇതിൽ 2% ഗ്ലൈക്കോലിക് ആസിഡ് ആൻഡ് AHA അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ജെന്റലി ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിലെ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആക്കും. ഇറ്റ് അൺക്ലോഗ്സ് പോർസ് ആൻഡ് ഈവൻ സ്റ്റിമുലേറ്റ് ദ കൊളേജൻ പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും എല്ലാം ഒന്ന് റെഡ്യൂസ് ചെയ്ത് സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആക്കും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്ത് നമ്മൾ ഈ പൊല്യൂഷനിൽ നിന്നും ഫ്രീ റാഡിക്കൽസ് നിന്നൊക്കെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ആൻഡ് ഇതിൽ സോഡിയം PCA ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യും. ആൻഡ് സ്കിൻ ഫീൽസ് പ്ലം, റീഫ്രഷ് ആൻഡ് നെവർ ഡ്രൈ. ഇനി നമ്മുടെ സ്കിന്നിന്റെ എല്ലാ ഗുഡ്നെസ്സും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യണം. ഇത് ന്യൂട്രിഡെർമിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ. ഇതിൽ വൈറ്റമിൻ E ആൻഡ് ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യും ആൻഡ് ഈവൻ കാംസ് റെഡ്നെസ് ആൻഡ് അക്നെ സ്പോട്സ്. ഹോണസ്റ്റ്ലി ഇത് ഭയങ്കര ലേറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒരു ദിവസം മുഴുവൻ നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ആയിട്ടിരിക്കും. ഈ ബാക്ക് ടു ബാക്ക് വെഡിങ് ഇവന്റ്സ് കാരണം ഡള്ളായി പോയി എൻ്റെ സ്കിന്നിനെ ഭയങ്കര ഗ്ലോയിങ് ആൻഡ് മോയ്സ്ചറൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഹെൽത്തി, റെസിലിയൻ ആൻഡ് വെൽ മോയ്സ്ചറൈസ്ഡ് ആവും. ഈ ക്വിക്ക് 2 steps റൂട്ടിൽ നമ്മുടെ സ്കിന്നിനാക്കും ഹെൽത്തി, സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ്. ന്യൂട്രിഡെർം ഫോക്കസ് ചെയ്യുന്നത് ഹൈഡ്രേഷൻ പ്ലസ് ബാരിയർ റിപ്പയർ ആണ്. സത്യം പറഞ്ഞാൽ അതായിരുന്നു എന്റെ സ്കിന്നിനും ആവശ്യം. ഇത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്, സോ ഐ ട്രസ്റ്റ് ഇറ്റ് ഫുള്ളി. ഇത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ആണ് ആൻഡ് ഇത് 18 countries അവൈലബിൾ ആണ്. ആൻഡ് യു ക്യാൻ ഗ്രാബ് ബോത്ത് ദീസ് അമേസിംഗ് പ്രോഡക്ട്സ് ഓൺ ദ ന്യൂട്രിഡെർം ഇന്ത്യസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആൻഡ് ഐബീരിയ സ്കിൻ ബ്രാൻഡ്. ആൻഡ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂട്യൂബ് കാർട്ടിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ആൻഡ് പർച്ചേസ് ചെയ്യാൻ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം, കമന്റിലും പിൻ ചെയ്ത് വെക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഇതാ നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. ഞങ്ങൾ ഏത് ലുക്ക് ചെയ്യണം എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലുക്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവരെന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഒരു 1 hour കൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ആയിട്ടോ. കണ്ടോ, നല്ല ഗ്ലോയിങ് ലുക്ക് ആയിട്ടില്ല. നമ്മുടെ മോയ്സ്ചറൈസർ തേച്ചതിൻ്റെ ഒരു എഫക്റ്റ് മേക്കപ്പിൽ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ മേക്കപ്പ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. നല്ല അടിപൊളി പരിപാടിയാണ്. പരിപാടി തുടങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇന്ന് മുഴുവനായിട്ട് കാണാം അല്ലേ. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ.
മങ്കടയിലുള്ള ഖയാൽ പാലസിലാണ് കേട്ടോ നമ്മളുടെ വെഡ്ഡിങ് നടക്കുന്നത്. അതുപോലെ ഈ ഡെക്കോറൊക്കെ ചെയ്തത് ഇവൻറ്റ് നാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് കമ്പനിയാണ്. നമ്മളുടെ ഹൽദിയുടെ ആണെങ്കിലും അതുപോലെ സംഗീത നൈറ്റിൻ്റെ ആണെങ്കിലും ഇന്നിപ്പോൾ ഇതാ ഈ മെയിൻ ഡേയുടെയും എല്ലാം ഇവൻറ്റും അവരാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുത്ത ഡിസൈൻ പോലെ തന്നെ അതിലും നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ സർവീസസൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ ആരും പരിചയപ്പെടുത്തുന്നത് ഏത് പച്ച കണ്ടാലും ഞങ്ങളെ ഫാമിലിയാണ് കേട്ടോ. ഞങ്ങളുടെ പച്ച പിടിച്ച ഫാമിലി വന്നിട്ടുണ്ട്. അതാ നമ്മുടെ പട്ടാമ്പി ടീമൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിലുള്ള ക്യാമറ ഭ്രാന്തന്മാരെ പേടിച്ചിട്ട് സ്വന്തമായിട്ട് ഇവനൊക്കെ നോക്കിയാൽ ഇവിടെ നല്ല മുതലാളികൾ അവനൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ബ്രൈഡും ബാക്കി ബ്രദേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എൻട്രി എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളെല്ലാവരും കവർ ചെയ്തിട്ടോ. Today is the big day, so we were waiting for this, and thank you very much. All I invited, please come. Thank you guys. ഏതായാലും അടിപൊളിയാക്കണം. And thank you. ഞങ്ങളുടെ പെങ്ങളെ കല്യാണമാണ്. ഞങ്ങൾ 4 ബ്രദേഴ്സിൻ്റെ ആകെ ഒരു പെങ്ങളുടെയാണ്. ഇൻഷാല്ലാ സെറ്റാക്കും. എന്തായാലും ഒന്നും നോക്കാല്ല, ഒരേ പൊളിയായിരിക്കും. എൻട്രി കഴിയണമെങ്കിൽ കുറച്ച് എന്താ ഇതാരും ബൊക്കിട്ട് പിടിച്ച് വേറൊരു ബ്രൈഡ് ഒന്ന് മതിയാക്കുവോ? ഇതൊന്നും തീരൂല. അല്ലതെ വീട്ടുകാരനെ ജ്യൂസ് കൊടുത്തിരിക്കാൻ അന്നധികം കൊടുക്കണ്ടോ? ഓ അവിടെ കലാപരിപാടി തുടങ്ങിയാൽ പിന്നെ ഇന്നിവിടെ നിർത്തൂല. ഓൾമോസ്റ്റ് നമ്മൾ വിളിച്ചവരെല്ലാം നമ്മളെ വെഡ്ഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മാൻ്റെ ഭാഗത്തിൽ അതുപോലെ ഉപ്പാൻ്റെ ഫാമിലി ആണെങ്കിലും നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിലും അതല്ലാത്ത ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷൈത്ത വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഒരുപാട് പേര് ചോദിച്ചു. ഇന്നാണ് ശരിക്കും, അതായത് ഈ വെഡ്ഡിങ്ങിൻ്റെ നൈറ്റ് ഒരു 10:30-ക്കൊക്കെയാണ് അവന് എന്താ പറയുക അയർലൻഡിൽ പോകുന്നത്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം മോൻ്റെ ആ ഒരു എന്തായാലും പോകുമ്പോൾ ഇത്താക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഒന്നും കൂടാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്താക്ക് ഈ വെഡ്ഡിങ്ങിൻ്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഗ്രൂമ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വെയിറ്റിംഗ് ഫോർ ഹിം. എല്ലാവരും റെഡി ആയിരിക്കാണ്. എന്ന് കഴിഞ്ഞാൽ എല്ലാവരും കാര്യങ്ങൾക്ക് ആളെ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. വധുവരന്മാരുടെ നന്മക്കായി പ്രാർത്ഥിക്കാൻ നാം കൽപ്പിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ സ്ത്രീയാണ് ബലിയാടാവുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ലിവിംഗ് ടുഗദറുകളാണ് സമാധാനം ലഭിക്കാനുള്ള മാർഗം എങ്കിൽ അവിടെ നഷ്ടം. എൻ്റെ മകൾ മെഹർബാൻ എന്ന കുട്ടിയെ ഏതാനും സ്വർണ്ണാഭരണങ്ങൾ മെഹറായി സ്വീകരിച്ചു. താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരിക്കുന്നു, വിവാഹം ചെയ്തു തരിക്കുന്നു, ഹലാലായ ഇണയാക്കി തന്നിരിക്കുന്നു. എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിൽ
ഇണയാക്കി തന്നതിന് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിക്കാഹൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കെപ്പോഴോ വല്ലാതൊന്ന് സങ്കടം വന്നു പോയിട്ടോ. ഉമ്മാനെ നോക്കിയപ്പോൾ ഉമ്മ കരയായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഓർമ്മകൾ വന്നു. ഇപ്പോൾ നമ്മളുടെ നിക്കാഹിൻ്റെ ആണെങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ജാസ്മിത്തയുടെ കല്യാണമാണ് കേട്ടോ. ജാസ്മി കുട്ടി ഞാനും ഒരുപാട് കാലം ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമായി വീട്ടിൽ. എന്നെ പോലെ തന്നെ എപ്പോഴും ക്യാമറ കണ്ട ഓടി നമ്മളെ ഒരു ഹോൾ ടീമിൽ അവസാനത്തെ കല്യാണമാണ് കലാശക്കുട്ടി. അതിന്റെ ഒരു ക്ഷീണം നിനക്ക് കാണാനുണ്ട്. അല്ല എന്താ കയ്യില് എനിക്ക് സർപ്രൈസാ ഞാൻ കണ്ടത്. ഞാൻ ഏതുമല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ എല്ലാ പേർക്കും തരും. ഇതായിരിക്കും ഇപ്പോഴേ നമ്മുടെ നിക്കാഹ് കഴിഞ്ഞോ. ഇനി നമുക്ക് നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി ടൈമാണ്. അപ്പോഴേ ഒരുപാട് ലാഗൊക്കെ ഉണ്ടാകും, കാരണം ഫുഡ് കഴിക്കുന്ന ടൈമായിട്ട്. ബ്രൈഡിന്റെ എൻട്രിക്ക് വേണ്ടി വീട്ടിൽ ഞങ്ങൾ പൂക്കളിടുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇതുവരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ നമുക്ക് ഡാൻസും അതുപോലെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഒന്നുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് ബീറ്റ്സ് എന്ന് പറഞ്ഞ ടീമിനെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെയും പാട്ടുകളും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നേരം ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു ബോറിംഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആകെ വിയർത്ത് കുളിക്കുമ്പോൾ ഡാൻസൊക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഉള്ളിൽ നിന്നൊരു ഡാൻസ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ന് എന്തായാലും നമ്മളതിന് ടീമിനെ വെച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ബീറ്റ്സ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. നമ്മൾ ഫുഡ് സർവീസും ഒക്കെ ചെയ്തത് പുതുമ ടീംസാണ്. പുതുമ ടീം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ എൻഗേജ്മെന്റ് അവരായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പോൾ കല്യാണം അവരെന്നെ ചെയ്യുന്നത്. അതിലത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റിവ്യൂ ആണ്. എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞു. അവരുടെ സർവീസ് നല്ല സർവീസാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല എന്താ പറയാ, ഇനിയും ഇവന്റ്സും കാര്യങ്ങളിലും അവരെ തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ മെഹറാണെങ്കിൽ അടിപൊളിയാണ്. നമ്മളെ വൈഫ് പെങ്ങളാണ്. അവള് പോയാൽ പോയി, ഞങ്ങൾ പ്രശ്നമില്ല, ഞങ്ങൾ കംബാക്ക് ചെയ്യുന്നതായിരിക്കും. ചെറിയ ഡാൻസ്
ഇന്നും ലിപ്സ്റ്റിക്ക് കിട്ടിട്ടേ പൗഡർ മാത്രം ഇടാറുണ്ട്. ലിപ്സ്റ്റിക് കുറെ കാലമായിട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ ഫർസു ഈ റോഡ് ഞങ്ങൾ അടിച്ചു പറ്റിയിരിക്കുന്നത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും മാലയിടലും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ വലിയൊരു ലാസ്റ്റ് ഫാമിലി ഇത് ഞങ്ങൾ ഇപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ അല്ലേ? ഇപ്പാൻ്റെ ഹോൾ ഫാമിലി. Ready, 1, 2, 3. അടുത്ത വീഡിയോ ഉടനടി ഇപ്പൊ ഞങ്ങൾ അവിടെ ചാവക്കാട് നോക്കി വേണ്ടി പോകണം. ഫാമിലി മാത്രമേ കൊണ്ടു കേട്ടോ. ഇനി നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഗ്രൂം സൈഡിലത്തെ മാരേജ് നാളെയാണ്. ആ വിശേഷക്കര നീ വരുന്നതിൽ അപ്പോൾ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു. എന്തായാലും പെർഫെക്റ്റ് ആയിരുന്നു. ഫുഡായാലും ഇവൻ്റ് ആയാലും എല്ലാം ടോട്ടലി പെർഫെക്റ്റ്. ഇൻഷാല്ലാ. ആൻഡ് താങ്ക് യു ഫർസാന, ദ മെയിൻ പേഴ്സൺ. ഫർസാനാണ് നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് 3 ഒരു സെഗ്മെൻറ്റ്സിൽ വന്നത്. ലൈക്ക് ഹൽദി, സംഗീതമായിട്ട് അതിൻ്റെ ബാക്കപ്പ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. സെറ്റപ്പായിട്ട് നടന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ അല്ലേ? Take care.